എനിക്ക് ബി.ജെ.പിയെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി.ജെ.പി. അത് തർക്കം അതിന് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന കോൺഗ്രസിന്റെ തീരുമാനത്തിൽ കെ സുധാകരന് വേണ്ടി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ചില ഇളവുകൾ നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോന്നിയിൽ ഇടഞ്ഞു നിൽക്കുന്ന അടൂർ പ്രകാശ് എംപിക്കും ഇളവ് ബാധകമായി തീരും. ഫലത്തിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്ന് കെ സുധാകരനും കോന്നിയിൽ നിന്ന് അടൂർ പ്രകാശും മത്സരിക്കും എന്നുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് കെ സുധാകരന് മുന്നിൽ മുട്ടുമടക്കുന്നു എന്നൊരു ചിത്രം തന്നെയാണ് ഇതുവരെയും പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്കാണ് കെ സുധാകരൻ എന്നത് അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു വീണ്ടും സുധാകരന്റെ അണികൾ ഇന്നലെ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂരിൽ ഉടനീളം ഫ്ലക്സുകൾ വച്ചിരിക്കുന്നു. മാത്രമല്ല രാത്രിയിൽ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പന്തം കൊളുത്തി പ്രകടനം തന്നെ DCCയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, കണ്ണൂരിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കെ സുധാകരൻ എന്നുള്ളത് വീണ്ടും സുധാകരൻ കേരളത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ തീരുമാനങ്ങൾ, അതായത് കണ്ണൂരിലെ കോൺഗ്രസിന്റെ വികാരങ്ങൾ വെളിപ്പെടുത്തിയ ആ തീരുമാനങ്ങൾ തന്നെയാണ് ഇന്ന് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിലും ചില ഇളക്കങ്ങൾ അല്ലെങ്കിൽ സുധാകരന് വേണ്ടി ചില ഇളവുകൾ പ്രഖ്യാപിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഫലത്തിൽ കണ്ണൂരിൽ നിന്നും സുധാകരൻ മത്സരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ന് രാവിലെ തന്റെ പേഴ്സണൽ സ്റ്റാഫ് വഴി സുധാകരൻ, അതായത് തന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ ജോർജ് വഴി സുധാകരൻ തന്റെ ബാധ്യത രഹിത സർട്ടിഫിക്കറ്റുകളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നു. ഡൽഹിയിലെ കേരള ഹൗസിൽ നിന്ന് അടക്കമുള്ള തന്റെ നോ ഡ്യൂ സർട്ടിഫിക്കറ്റുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് സുധാകരൻ ഇത്തരത്തിലുള്ള നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ പരിപാടികൾ, അല്ലെങ്കിൽ ഇതേ നടപടികൾ അടൂർ പ്രകാശ് പൂർത്തിയാക്കിയതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി ബാധ്യതാരഹിത സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. എംപിമാർ എന്ന രീതിയിൽ ഇവര് യാതൊരു തരത്തിലും ബാധ്യതയില്ല എന്നുള്ളത് കാണിക്കണം നാമനിർദ്ദേശ പത്രികയോടൊപ്പം. അതിനുവേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫലത്തിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40 പേരടങ്ങിയ സ്ഥാനാർത്ഥി പട്ടികയിൽ കെ സുധാകരനും അടൂർ പ്രകാശും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതുവരെ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ 2 എംപിമാർക്ക് മാത്രമായി ഇളവുകൾക്ക് നൽകുന്ന പക്ഷം ഇതിനു പുറകെ വീണ്ടും എംപിമാർ മത്സരിക്കണം എന്നുള്ള ആഗ്രഹമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി പരിഗണിക്കപ്പെടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരം കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാവുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും ഇന്നലെ രാത്രി AICC ജനറൽ സെക്രട്ടറി സുധാകരൻ താമസിക്കുന്ന ഗോദാവരി എന്ന ഫ്ളാറ്റിൽ ഡൽഹിയിൽ ചെന്ന് കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ AICC ജനറൽ സെക്രട്ടറി എന്നുള്ളത് കോൺഗ്രസിന്റെ വലിയ പദവി തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിലെ എത്ര വലിയ തലമുതിർന്ന നേതാക്കളായാലും AICC ജനറൽ സെക്രട്ടറിയെ അങ്ങോട്ട് പോയി കാണുന്നതാണ് പതിവ് കീഴ്വഴക്കം. എന്നാൽ കെ സുധാകരൻ പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ കെ സുധാകരൻ താമസിക്കുന്ന ഗോദാവരി ഫ്ളാറ്റിലെത്തി സുധാകരനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലൂടെയെല്ലാം സുധാകരൻ ഉയർത്തിവിട്ടിരിക്കുന്ന, അഥവാ സുധാകരൻ കൂടത്തിൽ നിന്നും തുറന്നുവിട്ടിരിക്കുന്ന ഭൂതത്തെ അടക്കുന്നതിന് വേണ്ടിയുള്ള ചില ചർച്ചകൾ നടന്നിരിക്കുന്നു. അനുനയ ചർച്ചകൾക്ക് സുധാകരൻ വഴങ്ങുന്നില്ല. കണ്ണൂരിൽ മത്സരിക്കണം എന്നുള്ള താല്പര്യത്തിനപ്പുറത്തേക്ക് മറ്റൊരു സമവായത്തിനും സുധാകരൻ തയ്യാറല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇളവുകൾ നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കൾ സുധാകരന്റെ ഈ നിലപാടിനോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല. സുധാകരൻ മത്സരിക്കുന്നു എന്നുള്ള വിഷയത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനമെടുക്കും എന്നാണ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതായത് സുധാകരന്റെ വിഷയത്തിൽ പന്ത് തങ്ങളുടെ കോർട്ടിലില്ല എന്നുള്ളത് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, കെ സുധാകരന് വേണ്ടി മാത്രം കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ചില ഇളവുകൾ നൽകുകയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിനകത്ത് അത് വലിയ ഭിന്നിപ്പിലേക്കും പൊട്ടിത്തെറിയിലേക്കും പോകാൻ ഇടയുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ കണ്ണൂരിൽ നിന്നുള്ള MK രാഘവൻ അദ്ദേഹം എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ നിന്ന് ഇപ്പോൾ മാറിയിരിക്കുന്നു. തനിക്കും മത്സരിച്ചു കഴിഞ്ഞാൽ വിജയസാധ്യതയുണ്ട് എന്നുള്ളൊരു അവകാശവുമായി MK രാഘവൻ രംഗത്തെത്തുമ്പോൾ എംപിമാർക്ക് മത്സരിക്കാം എന്ന് കോൺഗ്രസ് നേതൃത്വം ഒരു ഇളവ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായും കൂടുതൽ അവകാശവാദങ്ങളും താല്പര്യങ്ങളുമായി മത്സരിക്കണം എന്നുള്ള ആഗ്രഹമായി കൂടുതൽ എംപിമാർ രംഗത്തെത്തും എന്നുള്ളത് കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും കോൺഗ്രസ് നേതൃത്വം സുധാകരന് ഇളവ് നൽകുന്നു. സുധാകരൻ കണ്ണൂരിൽ നിന്നും മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായി നോ ഡ്യൂ സർട്ടിഫിക്കറ്റുകൾ സുധാകരൻ കരസ്ഥമാക്കിയിരിക്കുന്നു. ഇത് കൃത്യമായ സന്ദേശം തന്നെയാണ് സുധാകരൻ പാർട്ടിക്ക് നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.
എന്തായാലും സുധാകരന്റെ പിടിവാശിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കിയിരിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പത്രവാർത്തകൾ വരുന്നുണ്ട്. ഇതിൽ എത്രത്തോളം സ്ഥിരീകരണമുണ്ട് എന്നുള്ളതും ഇനിയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല. എങ്കിലും സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സുധാകരൻ കടുത്ത തീരുമാനത്തിലേക്ക് പോകും എന്നാണ് അറിയുന്നത്. സുധാകരന്റെ അനുയായികൾ, സുധാകരന് വളരെ വേണ്ടപ്പെട്ട ആളുകൾ ഇന്ന് ബി.ജെ.പിയിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ളത് സുധാകരൻ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുധാകരൻ ഇതിനു മുൻപും നേരത്തെയും ആർ.എസ്.എസുമായും ബി.ജെ.പിയുമായും ചില തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും പിന്നീട് ഫലവത്തായില്ല. സുധാകരൻ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വളരെ നേരത്തെ തന്നെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ, അന്തരീക്ഷത്തിൽ പടരുന്നതാണ്. എന്നാൽ അതെല്ലാം തെറ്റാണ് എന്നാണ് പിന്നീട് സുധാകരൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോഴത്തെ കോൺഗ്രസിനകത്തെ നിർണായക സാഹചര്യത്തിൽ തനിക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സുധാകരൻ ബി.ജെ.പിയിലേക്ക് പോകും എന്നുള്ള സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് സുധാകരന്റെ അടുത്ത അനുയായികൾ എൻ രാധാകൃഷ്ണനെ കണ്ടിരിക്കുന്നത്. എൻ രാധാകൃഷ്ണനുമായി 2 വട്ടം അവർ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ആ ചർച്ചയിൽ സുധാകരൻ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകളെല്ലാം ബി.ജെ.പിക്ക് സ്വീകാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡൽഹിയിൽ അമിത്ഷായെ കാണാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഒന്നുകിൽ സുധാകരന് കണ്ണൂരിൽ നിന്നും മത്സരിക്കാൻ കോൺഗ്രസ് ടിക്കറ്റ് നൽകണം, അല്ലെങ്കിൽ കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബി.ജെ.പിയുടെ പിന്തുണയോടുകൂടി സുധാകരൻ മത്സരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും കണ്ണൂരിൽ നിന്നും സുധാകരൻ മത്സരിക്കും. അത് കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കുമോ താമര ചിഹ്നത്തിലായിരിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും സുധാകരൻ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം സുധാകരൻ വേണ്ടി അയയുന്നു, ഇളവ് പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരിക്കും ഈ കാര്യത്തിൽ ഇനി കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. എനിക്ക് ബി.ജെ.പിയെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് ബി.ജെ.പി. അത് തർക്കം അതിന് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല.